ഉത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ ഇത്താക്കുചേട്ടൻ തന്ന പുട്ടു വേണോ കദളിപ്പഴവും ചേർത്ത് കടല പരിപ്പും ചേർത്ത് നൽകിയിടാം പാൽപ്പായസം തിന്നു പെണ്ണെ ആ വേണേ തിന്ന് എടി വാടി പെണ്ണെ ആ വേണ്ട വേണ്ട ഉത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ഷബൂസ് കിച്ചൺ മാറ്റിക്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടീ ടൈം സ്നാക്ക്, അതായത് ഒരു ആലു ബോണ്ട, ഉരുളക്കിഴങ്ങ് ബോണ്ട. ഇത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അമ്മ എന്നും അല്ലെങ്കിലും ആഴ്ചയിൽ 1-2-3 ദിവസം ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കി തരുമായിരുന്നു. പിന്നീട് ഞാൻ കഴിക്കാൻ തുടങ്ങിയത് റെഗുലറായിട്ട് ഞാൻ മുമ്പ് പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ, അവിടുത്തെ ക്യാൻറ്റീനിൽ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രധാന വിഭവമായിരുന്നു ഈ ബോണ്ട. എപ്പോഴും ഇന്റർവെല്ലിന്റെ സമയത്ത് ഞങ്ങൾ ടീച്ചേഴ്സും കുട്ടികളും ഒരുപോലെ ആസ്വദിച്ചിരുന്ന ഒരു ഐറ്റമാണിത്. ആ രാഘവേട്ടന്റെ ക്യാൻറ്റീനിലെ ബോണ്ട എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിരുന്നു ഞങ്ങൾക്ക്. അതേ രുചിയിലല്ലെങ്കിലും എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന രുചിയിലാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പട്ടാണി, കൂടാതെ സാധാരണ ചേരുവകളിൽ നിന്ന് വ്യത്യസ്തമായി പട്ടാണിയും നിലക്കടലയും ചേർക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ ഇത് വളരെ രുചികരമാണ്. നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇടത്തരം 4 ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഒരു 2 സവാള, ഇടത്തരം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നീളത്തിൽ അരിഞ്ഞു വെക്കുക. ഒരു 1.5 കപ്പ് മൈദ, ഒരു കുറച്ച് നിലക്കടല, കുറച്ച് പട്ടാണി, പച്ച പട്ടാണിയാണ് എടുത്തിരിക്കുന്നത്, ഫ്രോസൺ യൂസ് ചെയ്യാം. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ് ആവശ്യത്തിന്, ചെറുതായി, വളരെ ചെറുതായി വേണം അരിയാൻ ഇഞ്ചി, ഒരു ടീസ്പൂൺ അത്രയും മതി. 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, അതും വളരെ ചെറുതായി അരിയണം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, അതും ഇതിലേക്ക് ആവശ്യമാണ്. ആദ്യമായി തന്നെ മൈദയിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ബാറ്റർ തയ്യാറാക്കി വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കലക്കി വെക്കാം. വെള്ളം നോക്കിയിട്ട് ചേർക്കാം. ബാറ്റർ ഒത്തിരി നേർത്ത് പോകരുത്, എന്നാൽ ഒത്തിരി കട്ടിയായിട്ടും ഇരിക്കാൻ പാടില്ല. ഒട്ടും തന്നെ കട്ടയില്ലാതെ നമ്മൾ ഇത് കലക്കിയെടുക്കേണ്ടതാണ്. ഇച്ചിരി കൂടെ വെള്ളം വേണം. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമായി, ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കൂട്ട് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ചേർക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യമേ അല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന നിലക്കടല, ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോണ്ടയാണ്. സാധാരണ ബോണ്ടയിൽ നിലക്കടലയോ പട്ടാണിയോ ഒന്നും ചേർക്കാറില്ല. ഞാൻ ഇതെല്ലാം ചേർത്താണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോണ്ടയാണ്. നിലക്കടല ചെറുതായി
പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ കരിഞ്ഞു പോവാതെ നോക്കണം. പൊട്ടി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പട്ടാണി ഇതിലേക്ക് ചേർക്കാം. പട്ടാണി ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്ലെയിം ലോയിൽ വെച്ചിരിക്കണം, വളരെ സിമ്മിൽ വെച്ചിരിക്കണം. ഒത്തിരി ചൂടിലങ്ങ് ചേർക്കരുത്, കാരണം ഇത് വല്ലാതെ പൊട്ടിത്തെറിക്കും. അത് ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുക. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് മീഡിയത്തിൽ വെക്കാവുന്നതാണ്. വെളുത്തുള്ളി ക്രഷ് ചെയ്താൽ മാത്രം മതി. ശേഷം ഇഞ്ചി, കറിവേപ്പില അരിഞ്ഞു വെച്ച് വേണം ചേർക്കാൻ. ചെറുതായി അരിഞ്ഞ പച്ചമുളക്, അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ വെറും 2 സവാള മാത്രമേ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. സവാള ചേർത്ത ഉടനെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി, ഒത്തിരി മൂത്ത് പോകരുത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഒരു ഫോർക്ക് വെച്ച് പൊടിച്ച് വെക്കാം. ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചാൽ മാത്രം മതി, മാഷിയായി ആക്കരുത്. പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഏകദേശം ഇത്രയും ആയാൽ മതി. ഉരുളക്കിഴങ്ങ് മുഴുവനും ചേർത്ത് നന്നായി അരച്ചു കൊടുക്കും. നമ്മൾ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഈ കളറ് കുറച്ചുകൂടെ നമുക്ക് വരുത്താം. അല്പം മഞ്ഞൾപ്പൊടി ചേർക്കും. വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചെടുത്ത് നമുക്ക് ഗ്യാസിൽ നിന്നും ഇറക്കാം. ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കും. ഇപ്പോൾ വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാവെടുത്ത്
ഉരുളകളാക്കാം. നമുക്കിഷ്ടമുള്ള സൈസ്, ചെറുതോ വലുതോ ഇങ്ങനെ വേണമെങ്കിലും ആക്കാം. ഞാനിവിടെ നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. എടുത്ത് കൂട്ടി മുക്കി നന്നായി ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വറക്കാൻ വേണ്ടി ചെറിയ കുഴിയുള്ള പാത്രം എടുത്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. എനിക്ക് അങ്ങനെയുള്ളൊരു പാത്രം ഇവിടെ ഇല്ല, അത് കാരണമാണ് ഞാൻ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് നേരത്തെ വെന്തതാണല്ലോ, അത് കാരണം മൈദയുടെ കൂട്ട് മാത്രമേ വേവാനുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടുന്നതാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ വറുത്ത് പോരാം. അങ്ങനെ സ്വാദിഷ്ടമായ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഈ പലഹാരമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്.